നമസ്കാരം. കൊടുങ്കാറ്റുകൾക്കിടയിലും മനസ്സിലെ ശാന്തത നഷ്ടപ്പെടാതിരിക്കുന്നതാണ് യഥാർത്ഥ മനസ്സമാധാനം. ഒരിക്കൽ ഒരു രാജാവിന് മനോഹരമായ ഒരു ചിത്രം വരപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. വിഷയം മനസ്സമാധാനമായിരുന്നു. രാജ്യത്തെ ചിത്രകാരന്മാരോടെല്ലാം അദ്ദേഹം നല്ലൊരു ചിത്രം വരയ്ക്കാനും അതിന് വിജയിയാകുന്നവർക്ക് തക്കതായ സമ്മാനം നൽകുമെന്നും വാഗ്ദാനം ചെയ്തു. ചിത്രകാരന്മാരെല്ലാം തങ്ങളുടേതായ രീതിയിൽ ചിത്രങ്ങൾ വരച്ചു. അതിലൊരു ചിത്രം നല്ല തെളിഞ്ഞ നീലാകാശം, മനോഹരമായ പച്ചപ്പുൽത്തകിടി, വിശാലമായ മേച്ചിൽപ്പുറം. എല്ലാവരും പറഞ്ഞു, ഈ ചിത്രത്തിനാണ് മനസ്സമാധാനത്തിനുള്ള സമ്മാനം ലഭിക്കുകയെന്ന്. എന്നാൽ വേറൊരു ചിത്രത്തിൽ ഇടിമിന്നലും മഴയും മൂലം ആകെ ഭീകര അന്തരീക്ഷം, തൊട്ടടുത്തായി ഒരു കുത്തിയൊലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടം, അതിൻ്റെ അടുത്ത് ഒരു പാറയിടുക്കിൽ ഒരു ചെറിയ പൊത്തിൽ ഒരു കിളി വളരെ ശാന്തനായി ഇരിക്കുകയാണ്. രാജാവിന് ആ ചിത്രം വളരെ ഇഷ്ടമായി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. രാജാവ് പറഞ്ഞു, മനസ്സമാധാനത്തിനുള്ള ഒന്നാം സമ്മാനം ഈ ചിത്രത്തിനാണ് നാം നൽകുന്നത്. കാരണം അത്രയും പ്രശ്നങ്ങൾക്കിടയിലും വളരെ ശാന്തമായ മനസ്സോടെയാണ് ആ പക്ഷി അവിടെ ഇരിക്കുന്നത്. യാതൊരു ആകുലതകളുമില്ലാതെ വളരെ ശാന്തനായി. രാജാവ് തുടർന്നു, മനസ്സമാധാനം എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്നല്ല. കൊടുങ്കാറ്റുകൾക്കിടയിലും ഉള്ളിലെ ശാന്തത നഷ്ടപ്പെടാതിരിക്കുന്നതാണ് മനസ്സമാധാനം. ഇന്ന് പലരും വിജയത്തെ പിന്തുടരുന്നു. പണം, അംഗീകാരം, പദവി, സ്ഥാനമാനങ്ങൾ, ഇവയ്ക്ക് പിന്നാലെ നാം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവയൊക്കെ ലഭിച്ചാലും നമ്മുടെ മനസ്സിന് യഥാർത്ഥ സമാധാനം, സന്തോഷം ലഭിക്കണമെന്നില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പല വിമർശനങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുകയാണെങ്കിൽ ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ശാന്തമായ മനസ്സിലാണ് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. നല്ല തീരുമാനമാണ് നല്ല ഒരു ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. ഓർക്കുക, ലോകം മുഴുവൻ കീഴടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ്. മനസ്സമാധാനമുള്ളിടത്ത് സന്തോഷമുണ്ട്. സന്തോഷമുള്ളിടത്ത് യഥാർത്ഥ വിജയവുമുണ്ട്. നന്ദി, നമസ്കാരം.